നാഷണൽ ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും സംയുക്തമായി ഈ വർഷവും കാസർഗോഡ് ജില്ലയിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ജില്ലാതല പരിപാടി നീലേശ്വരം കോട്ടപ്പുറത്തെ മിനി ടൗൺ ഹാളിൽ വെച്ച് നടത്തി. This news sponsored by Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന പ്രമേയവുമായാണ് കാസർഗോഡ് ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും ഹോമിയോപ്പതി വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത്. നീലേശ്വരം കോട്ടപ്പുറത്തെ മിനി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടി കേരള കേന്ദ്ര സർവകലാശാല രജിസ്ട്രാർ IC പ്രൊഫസർ ഡോക്ടർ VP സമീർ കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇനി നമുക്ക് പല രീതിയിലുള്ള വ്യായാമങ്ങളുണ്ട്, വേരിയസ് എക്സസൈസ് ഉണ്ട്, ജിമ്മുണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ആസ് എ സയൻറ്റിസ്റ്റ് അത് അല്ലാതാണ് എൻ്റെ അഭിപ്രായം. അത് എന്താണ് മനസ്സിലാക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട രണ്ട് ഫിലോസഫിയുണ്ട്, വെസ്റ്റേൺ ഫിലോസഫി ആൻഡ് ഇന്ത്യൻ ഫിലോസഫി. വെസ്റ്റേൺ ഫിലോസഫിയിൽ വ്യായാമം ഇല്ലാതില്ല, ഹെൽത്തി അവിടെയുണ്ട്, എല്ലാവരും എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നു. അപ്പോൾ വ്യത്യാസം എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിലോസഫിയിലാണ് വ്യത്യാസം. ചടങ്ങിൽ ഹോമിയോപ്പതി വകുപ്പ് DMO AK രേഷ്മ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പ് DMO ഇൻചാർജ് ഡോക്ടർ A ഇന്ദു മുഖ്യപ്രഭാഷണം നടത്തി. നാഷണൽ ഹെൽത്ത് മിഷന്റെ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ധന്യ ദയാനന്ദൻ, പടന്ന ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ K ദീപ, ഹോമിയോപ്പതി വകുപ്പിലെ സീനിയർ സൂപ്രണ്ട് V ബിന്ദു, നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K പ്രതിഭ എന്നിവർ സംസാരിച്ചു. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ നിഖില നാരായണൻ സ്വാഗതവും ചെമ്മനാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ CI ആയിഷത്ത് നാസിയ നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രോട്ടോകോൾ യോഗ, യോഗ ബോധവൽക്കരണ ക്ലാസ്, ക്വിസ് മത്സരം, വയോജനങ്ങൾക്കുള്ള യോഗ ഡാൻസ് എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.